മനസ്സ് നിറഞ്ഞ് വെള്ളാർമലയിലെ ഉണ്ണിമാഷ് ഇനിയും ഈ പിന്തുണ ഒപ്പം വേണമെന്ന് ദുരന്തത്തെ അതിജീവിച്ച കുഞ്ഞുങ്ങളും. വയനാട് ദുരന്തത്തിന്റെ സ്വന്തം അനുഭവകഥ ആടിപ്പറഞ്ഞ നൃത്താവിഷ്കാരം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അതിജീവനത്തിന്റെ പുതിയ പാഠമായി. മിഥുനയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അങ്ങനെ വെള്ളാർമല സ്കൂളിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ അവർക്ക് സംഭവിച്ച എല്ലാ വിഷയങ്ങളും അവർ തന്നെ അവതരിപ്പിച്ച് അവരുടെ അതിജീവനത്തിൻ്റെ കാഴ്ചയെല്ലാം കണ്ടു. പക്ഷേ കുട്ടികൾ ആടിത്തിമിർത്തിരിക്കുകയാണ്. ആ സങ്കടത്തെയെല്ലാം ചുവട് തെറ്റാതെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഇത് കരുത്താവട്ടെ അവർക്ക്, ഇവർക്ക് മാത്രമല്ല എല്ലാ മക്കൾക്കും, ലോകത്തിലുള്ള എല്ലാ മക്കൾക്കും ഇതൊരു കരുത്താവട്ടെ. ഈ കുട്ടികളിങ്ങനെ നിറഞ്ഞാടുമ്പോൾ മാഷിനെ ഞാൻ കാണുമായിരുന്നു, താഴെ നിന്ന് സാഗൂതം നിരീക്ഷിക്കുകയായിരുന്നു. അതെ, മനസ്സ് നിറഞ്ഞു. ആ സങ്കടമൊക്കെ മാറിയിലുള്ള ഒരു സങ്കടം. അവർ ചിരിക്കണം, അതാണ് അവർ സന്തോഷിക്കണം, അതാണ് ഞങ്ങളുടെ സന്തോഷം. ആ കുട്ടികളിലേക്ക് നമുക്ക് പോകാം എന്ന് കരുതുന്നു. ഇങ്ങനെ സ്വന്തം കഥ നിങ്ങൾ തന്നെ കളിച്ചു വരുമ്പോൾ എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഞങ്ങളുടെ കഥ ഞങ്ങളിവിടെ എല്ലാവരും, ലോകത്തുള്ള ജനങ്ങളുടെ എല്ലാവരും മുമ്പിൽ ഞങ്ങൾക്ക് അത് അവതരിപ്പിക്കാൻ ഒരു നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. ആ ഒരു നേരത്തെ ഇന്നലെ കണ്ടപ്പോൾ നിങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കഥകൾ പറയുമ്പോൾ വിഷമമുണ്ടെങ്കിലും ഞങ്ങൾ ആ വിഷമം മാറുകയാണ്, ഡാൻസ് കളിക്കുമ്പോൾ നൃത്തം ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ സങ്കടം മാറുകയാണെന്ന്. ഇപ്പോൾ ഇത്രയും ജനങ്ങളുണ്ടായിരുന്നു നിങ്ങളുടെ മുമ്പിൽ, എന്താണ് എല്ലാവരും ഇങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയാ, ഇവരെല്ലാവരും ഞാൻ കൈകൂട്ടി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം. ഞങ്ങൾ കളിച്ചത്, ഞങ്ങൾ എഫേർട്ട് എടുത്തിട്ട് ഫുള്ള് നല്ല അടിപൊളിയായി കളിച്ചിട്ടുണ്ട്. ഞങ്ങൾ വിചാരിക്കുന്നു നല്ല ഹാപ്പിയാണ് കളിച്ചതിൽ. മോളെ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു മോളെ ഇത്രയും ആളുകൾക്ക് മുമ്പിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ അവതരിപ്പിച്ചപ്പോൾ? ഒന്നും പറയാനല്ല, എന്താ അറിയില്ല, എന്തോ എന്തോ സംഭവം കിട്ടിയ പോലെ ഞങ്ങൾക്ക് അവരെ മുന്നിൽ ഞങ്ങൾ കളിച്ചപ്പോൾ. ഞങ്ങളെ കൂടെ ഉണ്ടാവും ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങളുടെ കുറെ കൂട്ടുകാരെ ഇല്ലായിരുന്നു, ആ കൂട്ടുകാർ ഇപ്പൊ ഈ നിമിഷം ഓർക്കുന്നു? അവരുണ്ടെങ്കിൽ ഹാപ്പി ആയേനെ. ഞങ്ങൾ ഏറ്റവും കൂടുതലും ഞങ്ങൾ സ്റ്റേജ് കളിച്ചപ്പോൾ ഞങ്ങൾ ആലോചിച്ചത് അവരെയാണ്. കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ആയേനെ. ദുരിത പർവ്വത്തിൽ നിന്ന് അവർ കരകയറിയിരിക്കുകയാണ്. ഈ ആബാലവൃദ്ധം ജനങ്ങൾക്ക് മുമ്പിൽ നിന്ന് അവർ അവരുടെ സ്വന്തം കഥ അതിമനോഹരമായി തന്നെ ആവിഷ്കരിച്ചു കഴിഞ്ഞു. ആ ആവിഷ്കാരം കണ്ട്, ഈ അതിജീവിതത്തിൻ്റെ കഥ കണ്ട് ഇതൊരു പാഠമാണെന്ന് ഓരോരുത്തരും ഓർക്കുന്നുണ്ട്. അവർക്കൊപ്പം ആ പിന്തുണ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ദുരന്തത്തിൻ്റെ കാലഘട്ടത്തിൽ, ആ ദുരിതത്തിൻ്റെ സമയത്തിൽ കേരളമൊട്ടാകെ ഒപ്പം നിന്ന ആ ഒരു ഐക്യപ്പെടലുണ്ടല്ലോ, ആ ഐക്യപ്പെടൽ ഇപ്പോഴും ഈ നൃത്തം കഴിഞ്ഞും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അത് തന്നെയാണ് ഈ കുട്ടികൾ നമ്മോട് പറഞ്ഞത്. ഇനിയും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ആ കുഞ്ഞു വാക്കുകൾ നമ്മോടിപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും അതിജീവനത്തിൻ്റെ പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് വെള്ളാർമല GVHSSലെ ഈ കുട്ടികൾ. ക്യാമറമാൻ ഗോപനൊപ്പം മിഥുനയ്യപ്പൻ, ജനം, തിരുവനന്തപുരം. എന്തായാലും 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചിരി വിടരുന്നത് ഈ അതിജീവനത്തിൻ്റെ നൃത്തച്ചൂടുകൾക്ക് തന്നെയാണ്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇവർക്ക് എപ്പോഴും ഉണ്ട് എന്ന് വീണ്ടും പറയുകയാണ്.